ദീപു പ്രതാപ്, അതായത് നമ്മുടെ പേരില്ലൂർ പ്രീമിയർ ലീഗ്, അതുപോലെ കുഞ്ഞിരാമായണം, പത്മിനി ഇതിൻ്റെയൊക്കെ എഴുതിയ റൈറ്റർ അദ്ദേഹത്തോടൊപ്പം ജയ 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 ഹേ, അന്താക്ഷരി, മുദ്ദുഗോ, ഈ സിനിമയുടെയൊക്കെ ഡയറക്ടർ വിപിൻ ദാസ് സംവിധാനം ചെയ്ത് വന്ന സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അപ്പോൾ ഈ പടം അവരുടെ കോംബോയിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ല സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ഒരു പാട്ട് കൊണ്ടിറക്കിയത്. അതായത് ഹിന്ദി ക്യൂൻ സിനിമ ഉണ്ടല്ലോ, ക്യൂൻ സിനിമയിലെ ലണ്ടൻ എന്നുള്ള പാട്ടിന് ഈച്ച കോപ്പി അടിച്ച് ഒരു തരത്തിൽ സിങ്കാവാത്ത ഒരു പാട്ട്, ഒരു ഊള പാട്ടിറക്കി. ആ ഉള്ള പ്രതീക്ഷയും കളഞ്ഞ് ഇത് വെറും തട്ടിക്കൂട്ട് സാധനമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ കാണാൻ വന്നത്. പടം രസമുണ്ട്. പടം ഫാമിലിയായിട്ടും അല്ലാതെയൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോമഡി ഫാമിലി മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും നല്ല പ്രകടനമായിരുന്നു. നല്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ പൃഥ്വിരാജിൻ്റെ ഇത് ഇടയ്ക്കിടെ ഉണ്ടെങ്കിലും മാക്സിമം നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ചില സീനിലൊക്കെ അടിപൊളിയായിരുന്നു പുള്ളിക്കാരെ. അല്ല, ബേസിൽ ആസ് യൂഷ്വൽ, ബേസിലിൻ്റെ ഒരു ക്യാരക്ടർ ഇതിൽ ഇവരുടെ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്, അത് ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് അധികം സിനിമയിൽ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു കെമിസ്ട്രി ബോണ്ടിങ് ആയിരുന്നു. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അളിയോ തമ്പി അളിയോ, പിന്നെ നിഖില വിമൽ, അവർക്കും നല്ല സ്പേസ് ഉണ്ട്. അനശ്വത് രാജൻ, യോഗി ബാബു ഉണ്ട്. യോഗി ബാബുവിന് ബാക്കിയുള്ളവർ കൊടുത്ത പോലത്തെ ഒരു റോള് യോഗി ബാബുവിനില്ല. യോഗി ബാബുവിനെ കൊണ്ടുവന്നിട്ട് അവർ ഹൈപ്പിനൊത്ത് വന്നില്ല എന്നെനിക്ക് തോന്നി. ജഗദീഷ്, ബൈജു, ഇർഷാദ്, നടി രേഖ, സിജു സണ്ണി ത്രൂ ഔട്ട് പടത്തിലുണ്ട്. സിജു സണ്ണി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മറ്റേ സ്ക്രാച്ച് ആൻഡ് ഡയലോഗൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല അത്യാവശ്യം ചിരിപൊട്ടിച്ച മൊമെൻറ്റ്സ് ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ അഖിൽ കവലയൂർ, രമേശ് കോട്ടയം, പി കുഞ്ഞികൃഷ്ണൻ. പിന്നെ എടുത്തു പറയേണ്ടത് ജോമോൻ ജ്യോതിർ ഒരു അന്യായം നടത്തുന്നുണ്ടേ. ജോമോൻ ജ്യോതിർ വന്ന സീനൊക്കെ തിയേറ്ററിൽ കൂട്ടച്ചിരിയായിരുന്നു. ക്ലൈമാക്സ് പോർഷനിലൊക്കെ ഒരുപാട് ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് നമ്മൾ കുറേ ദിവസമായി അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ട്, നമ്മൾ വിൻറ്റേജ് സിനിമകളിലേക്കുള്ള പോലത്തെ ഒരു കോൺഫ്ലിക്റ്റ് സംഭവം, ഒരു സാധനം പൊട്ടാനുണ്ട്, പൊട്ടും എന്ന് നമുക്കറിയാം. ആ ഒരു പൊട്ടുന്നുള്ള പ്രതീക്ഷയിൽ പോയിട്ട് അത് പൊട്ടിക്കഴിഞ്ഞിട്ട് വരുന്ന മൊമെൻറ്റ്സ് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ആയിട്ട് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിന് ഇങ്ങനെയൊക്കെ ഇതിനേക്കാൾ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. പക്ഷേ കോമഡി പടമാണ്, നമ്മൾ അതിൻ്റെ ലോജിക്ക് തപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സിനിമ വർത്താണ്. ത്രൂ ഔട്ട് എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ അശ്വിൻ വിജയൻ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സസ്പെൻസ് ഒരാളുണ്ട് ക്ലൈമാക്സിൽ വരുന്നത്. അയ്യോ, അത് ഒരു രക്ഷയില്ലായിരുന്നു. അത് പ്ലേസ് ചെയ്തത്, അവിടെ കൊടുത്തിയ സ്കോറ്, അതൊക്കെ അങ്കിത് മേനോനാണ് ത്രൂ ഔട്ട് സ്കോർ ചെയ്യുന്നത്. മറ്റേ പാട്ട് മാത്രമേ ഉള്ള പാട്ടായിട്ടുള്ളൂ. ബാക്കി വന്നിട്ടുള്ള പാട്ടുകളും ക്ലൈമാക്സിൽ പാട്ട് വന്നിട്ടുണ്ട്. പിന്നെ ത്രൂ ഔട്ട് സിനിമയുടെ സ്കോർ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നീരജിൻ്റെ സിനിമാറ്റോഗ്രഫി ഓസ്ട്രേലിയ. അതുപോലെ സുനിൽ സുകുമാരൻ, അദ്ദേഹത്തിൻ്റെ ആർട്ടടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഞെട്ടും കേട്ടോ. കാരണം അമ്മാതിരി പെർഫെക്റ്റ് ആയിട്ടാണ് സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. ക്ലൈമാക്സ് പോർഷനിൽ ആ ഒരു റഷും അതൊക്കെ നന്നായിട്ട് ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ജോൺ കുട്ടിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഫെലിക്സ് ഫെക്സി റുവെ, അദ്ദേഹം മറ്റേ ജയ 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 ഹേ, പിന്നെ കുറേ ഹിന്ദി ആക്ഷൻ പടത്തിൽ നല്ലൊരു സ്റ്റണ്ട് കൊറിയോഗ്രാഫറാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമൊന്നും ഇല്ല, അതിന് മാത്രം സ്റ്റണ്ടിന് അത്രയ്ക്ക് ഒരു ഇതുള്ള സിനിമയല്ല. പിന്നെ ഒരു സ്റ്റണ്ട് വേണമെന്ന് വെച്ചിട്ട് ഇട്ടിക്കുന്ന സാധനങ്ങളേ ഉള്ളൂ. കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. അപ്പോൾ ഓവറാൾ ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ. ആ ടീമിൻ്റെ ആ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അഭിനേതാക്കളൊക്കെ നല്ല പ്രകടനമായിരുന്നു. ഓക്കെ, ഡീസൻറ്റ് വാച്ചായിരുന്നു. ഒരാളെ പറയാൻ വിട്ടുപോയടേ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോയിൽ കുത്തിക്കയറ്റിയത്. ഈ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ബേസിലിൻ്റെ അനിയനായിട്ട് വന്നൊരു പയ്യൻ, അവൻ്റെ പേര് ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. അവൻ അടിപൊളിയായിരുന്നു കേട്ടോ. അവൻ ത്രൂ ഔട്ട് നന്നായിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവനും കൂടി പറയണമെന്ന് തോന്നി.